നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓഡിയോയുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം മൈക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓഡിയോന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ട് കേൾക്കുക. ഓക്കെ, ആ സമയത്ത് അത് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഏത് ചാപ്റ്റർ ഇപ്പോൾ എടുത്തോണ്ടില്ലേ? പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് അല്ലേ? അതാണ് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്. അതിൽ ഫസ്റ്റ് പോർഷനൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിരുന്നു. എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോളിഡ്സ് എടുത്തു അല്ലേ? ഓർമ്മ ഉണ്ട് എന്തൊക്കെ ടൈപ്സ് സോളിഡ്സ് ഉണ്ട്, എന്തൊക്കെയുണ്ട് ഒന്ന് ഓർത്ത് നോക്കിയാൽ. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെ ടൈപ്പ് സോളിഡ്സ് ഉണ്ടെന്ന്. കഴിഞ്ഞ ക്ലാസ് വ്യക്തമായി കണ്ടവർക്ക് മനസ്സിലായി കാണും. അതേപോലെ തന്നെ സോളിഡ്സിന്റെ പാർട്സ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ടേംസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ടേംസ് ഓഫ് സോളിഡ്സ്. ഇത് മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഒന്നും കൂടി പറയാം. അതായത് അഞ്ചാമത്തെ ഏതൊരു ചാപ്റ്റർ എടുത്താലും ആ ചാപ്റ്ററിന്റെ ബേസിക് ആയിരിക്കും ആദ്യത്തെ 2-3 പേജിൽ കൊടുത്തിട്ടുണ്ടാവില്ലേ. നമ്മൾ എന്ത് ചെയ്യും? അതൊന്നും എക്സാമിന് ചോദിക്കൂല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെ? അങ്ങനെ എല്ലാത്തിലും അങ്ങനെയാണ്. ലാസ്റ്റ് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരുന്നത്. പക്ഷെ ആ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ കൊടുത്തിട്ടില്ല ആദ്യത്തെ 1-2 പേജിലുള്ള ബേസിക് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റൂല അല്ലെ? മാത്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഇങ്ങനത്തെ കുറച്ച് സബ്ജക്റ്റ് ഉണ്ട്, അതൊന്നും നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ മാറ്റിയിട്ടിടാം. ബാക്കി മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോകുന്നതാണ്. അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി അതൊക്കെ ടേംസ് ഒന്നാണ്, ചിലത് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യാം? നമ്മൾ ചാപ്റ്ററിൽ ആദ്യം കൊടുത്തിട്ടുള്ളതെല്ലാം വ്യക്തമായി വായിച്ചിട്ട് പോകുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വ്യക്തമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരുന്നു. ഓക്കെ, അപ്പോൾ സമയം വൈകിക്കുന്നില്ല, നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഇവിടെ വെച്ചാണ് ഇന്നലെ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് അല്ലേ? അപ്പോൾ ഒന്നും കൂടി ഞാൻ ഇതിലേക്ക് വരാം. അതായത് ആക്സിസ്, സർഫസ്, ബേസ്, എഡ്ജ് ഇതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ആക്സിസ് വെച്ചിട്ടാണ് അടുത്ത പോർഷൻ തുടങ്ങുന്നത്. ഓക്കെ, പൊസിഷൻ ഓഫ് സോളിഡ് വിത്ത് റെസ്പെക്ട് ടു ദ റഫറൻസ് പ്ലെയിൻസ്. ഇതാണ് പൊസിഷൻ ഓഫ് സോളിഡ്സ് വിത്ത് റെസ്പെക്ട് ടു ദ റഫറൻസ് പ്ലെയിൻസ്. Okay, based on the location of the axis with respect to the reference planes, a solid can be placed in any one of the following ways. Okay, എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനി ചാപ്റ്റർ അങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് എന്തായിരിക്കും? ഈ കുറേ വേർഡ് റിപ്പീറ്റ് ചെയ്യും. എന്തെല്ലാന്നത് ഇപ്പം തന്നെ നോക്കിയേ. സോളിഡ്സ് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? റഫറൻസ് പ്ലെയിൻസ്, ആക്സിസ്, വി പി, എച്ച് പി. പിന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എപ്പോൾ തുടങ്ങിയോ അന്ന് മുതൽ വി പി എച്ച് പി ഉണ്ട് അല്ലേ? അപ്പം അതേപോലെ ഇനി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ടേമാണ് ആക്സിസ്, റഫറൻസ് പ്ലെയിൻസ്. ഓക്കെ, അതൊക്കെ എന്താന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ക്ലാസ്സിലിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. 6 ടൈപ്സിൽ സോളിഡിനെ റഫറൻസ് ലൈൻസ് വെച്ചിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? 6 വേസിൽ 6 തരത്തില് നമുക്ക് ഒരു സോളിഡിനെ അതിന്റെ റെഫറൻസ് പ്ലെയിൻസ് വെച്ചിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഒന്നാമത്തെ 2ാമത്തെ മാത്രമേ പഠിക്കാനുള്ളൂ. ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. എന്താ പറയുന്നത് നോക്കാം. ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പാരലൽ ഓർ ഇൻക്ലൈൻ ടു വി പി. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡാണ് അല്ലേ? എന്താന്ന് ഭയങ്കര ഡൗട്ടായിരിക്കും. ഒന്നും പഠിക്കാനില്ല. നമ്മൾ ജസ്റ്റ് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഇത് പറയുന്ന പോലെ വരക്കാം. ആക്സിസ് ഒരു സോളിഡിന്റെ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി, ഹൊറിസോണ്ടൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എങ്ങനെ അതിന്റെ സ്ഥാനം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സാധനം ഹൊറിസോണ്ടൽ പ്ലെയിന് എന്താ പറയുന്നത്? പെർപെൻഡിക്കുലർ എന്നാ പറയുന്നത്. ആൻഡ് പാരലൽ ടു വി പി, വെർട്ടിക്കൽ പ്ലെയിന് പാരലൽ എന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് ആ സോളിഡ് എങ്ങനെയുള്ളത് നമുക്ക് മനസ്സിലായി. ആ ബേസ് എഡ്ജ് ഓഫ് പാരലൽ ഓർ ഇൻക്ലൈൻ ടു എച്ച് പി അല്ലെ? ഇൻക്ലൈൻ ടു വി പി, സോറി. അത് നോക്കാം. അതിന്റെ ബേസ് എഡ്ജ് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് അതിന്റെ ടേം പഠിക്കുന്ന സമയത്ത് പഠിച്ച വേർഡാണ് ബേസ് എഡ്ജ്. ആ ബേസ് എഡ്ജ് എന്താണ്? ഒന്നെങ്കിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും അല്ലെങ്കിൽ പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കയ്യിൽ എന്തായിരിക്കണം? ഒരു പെന്നും റഫ് പേപ്പറും വേണം. ഡ്രോയിങ് ഒരിക്കലും പെന്നുകൊണ്ട് വരക്കരുത്. നമുക്ക് മനസ്സിലാവാൻ, ക്ലാസ് എടുക്കുന്ന കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 2ാമത്തെ സ്റ്റെപ്പ് നോക്കാം.
അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്സ് നോക്കാം. ആക്സിസ്, ഒരു സോളിഡിന്റെ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി, പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ടു പാരൽ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ അപ്പൊ എങ്ങനെയായിരിക്കും ആ ഒബ്ജക്റ്റ് ഉണ്ടാവല്, അല്ലെങ്കിൽ ആ സോളിഡ് എങ്ങനെ ഉണ്ടാവല്? നമ്മൊരു കോളം വരക്കുന്നു, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ വരക്കുന്നു. അതിൽ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് കുത്തൊക്കെ വരക്കുന്നതാണ്. അതിന് എന്തായിരിക്കും? പാരലാണ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടുള്ളത് എന്താണ്? ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരൽ ടു എച്ച് പി വിത്ത് വൺ ഓഫ് ഇസ് ബേസ് പാരലർ ഓർ ഇൻക്ലൈൻ ടു എച്ച് പി. ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെരിഞ്ഞിട്ട്. പാരലൽ എന്നാണ്. ബേസ് എഡ്ജ് ഒന്നെങ്കിൽ പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ ചെരിഞ്ഞിട്ട് ഇൻക്ലൈൻഡ് ആയിരിക്കും. ഏതിന്? എച്ച് പിക്ക്. അല്ലെ? വായിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. ഫസ്റ്റ് കേസ് അതാണ്. ആക്സിസ്, ഒരു സോളിഡിന്റെ ആക്സിസ് പറയുമ്പോൾ ഇതാണ്. എന്താണ്? പെർപെൻഡിക്കുലർ ടു എച്ച് പി. പെർപെൻഡിക്കുലർ എച്ച് പി പറയുമ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. പാരലൽ ടു വി പി, വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആണ്. ടു ഒബ്റ്റെയിൻ ഇറ്റ്സ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഈ ടൈപ്സിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഡ്രോ ടോപ്പ് വ്യൂ. ഫസ്റ്റ് എന്ത് വരക്കണം? ടോപ്പ് വ്യൂ വരക്കണം. ദെൻ ഡ്രോ പ്രൊജക്ഷൻസ് ഫ്രം ടോപ്പ് വ്യൂ ടു ഗെറ്റ് ദ റിക്വയർഡ് ഫ്രണ്ട് വ്യൂ. എന്തായിരിക്കണം? എന്താ പറയുന്നത്? ഫസ്റ്റ് ടോപ്പ് വ്യൂ വരച്ചിട്ട് അതിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മ റിക്വയർഡ് ഫ്രണ്ട് വ്യൂ വരക്കണം. ഓൾസോ കൺസിഡർ ദ ഹൈറ്റ് ഓഫ് ദ ജോബ് ഒബ്ജക്റ്റ്. അതായത് അതിന്റെ ഹൈറ്റ് അതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലാന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, എ സിലിണ്ടർ of 30 mm diameter and 16 mm height is situated. ശ്രദ്ധിക്കുക, ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 13 mm ഡയമീറ്റർ ആൻഡ് 60 mm ഹൈറ്റ്. എന്തിന്റെയാണ്? ഒരു സിലിണ്ടറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. 30 mm ഡയമീറ്റർ ഉണ്ട്, 60 mm ഹൈറ്റും ഉണ്ട് ഒരു സിലിണ്ടർ. ഓക്കെ, അത് അവിടെ വെക്കാം. എവിടെയാണ് ഇത് ഉള്ളത്? ഈസ് സിറ്റുവേറ്റഡ് 20 mm above HP and 10 mm in front of VP എന്താ പറയുന്നത്? 20 mm above HP അല്ലെ, 20 mm above HP, 10 mm in front of VP. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് അല്ലെ. അതിലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലെ, നമ്മ ആടത്തേക്ക് പോയി ഡൗട്ട് അടിക്കണ്ട. ഓക്കെ, അങ്ങനെ പറഞ്ഞില്ലേ? സിറ്റുവേറ്റഡ് 20 mm above HP and 10 mm in front of VP. The axis of the cylinder is perpendicular to HP and parallel to VP. അത് നമ്മളെ ഇതിന്റെ ഹെഡിങ് ആണ്. അത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ആദ്യം വരക്കേണ്ടതൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് മനസ്സിലാവും അല്ലെ. ഫസ്റ്റ് എന്താ വരക്കണം? എന്ത് വരച്ചാൽ നമുക്ക് ഇതിന്റെ ഇത് കിട്ടും? ഫസ്റ്റ് ടോപ്പ് വ്യൂ വരക്കണം. അതിനുശേഷം അത് എക്സ്റ്റെൻഡ് ആയിട്ടാണ് എന്ത് വരക്കുന്നത്? ഫ്രണ്ട് വ്യൂ വരക്കുന്നത്. ഫസ്റ്റ് ടോപ്പ് വ്യൂ വരക്കണം, പിന്നെയാണ് ഫ്രണ്ട് വ്യൂ വരക്കുന്നത്. സ്റ്റെപ്സ് നോക്കാം നമുക്ക്. Draw the horizontal reference XY line. ഇതാണ് എന്താണ്? എക്സ് വൈ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. മാർക്ക് ദ പോയിന്റ് O 25 mm ബിലോ ദ റെഫറൻസ് ലൈൻ XY. ഇത് റെഫറൻസ് ലൈൻ XY ആണ്. ഇവിടുന്ന് 25 mm താഴെയായിട്ട് എന്ത് വരക്കാൻ പറഞ്ഞിരുന്നു? ഒരു പോയിന്റ് അടയാളപ്പെടുത്താൻ പറഞ്ഞിരുന്നു. O എന്നുള്ള പോയിന്റ്. ഓക്കെ, O എന്നുള്ള പോയിന്റ്. അപ്പൊ എല്ലാവർക്കും തോന്നും ഇതെന്തിനാണ് 25 mm താഴേക്ക് വരക്കുന്നത്? അത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടേ ഇല്ലല്ലോ. 25 mm 20 mm ഉണ്ട്, 30 mm ഉണ്ട്, 60 mm ഉണ്ട്. പക്ഷെ 25 mm തന്നിട്ട. അപ്പൊ ശ്രദ്ധിക്കുക, അത് എന്തിനാ 25 mm വരച്ചേ? എന്തായാലും പറഞ്ഞിട്ടുണ്ട് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് VP പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ 10 mm ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഫിഗറിലേക്ക് നോക്കാം എല്ലാവരും. ആ 10 mm ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏത് 10 mm? ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞിട്ട് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞിരുന്നു. ആ 10 mm ഇവിടെ കാണിച്ചിരുന്നു. 30 mm ഡയമീറ്റർ എന്നാ പറഞ്ഞത് അല്ലെ. ഇവിടെ ശ്രദ്ധിച്ചേ, 30 mm ഡയമീറ്റർ എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞ? 30 mm ഡയമീറ്റർ. 30 mm ഡയമീറ്റർ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 15 അല്ലേ അതിന്റെ റേഡിയസ് അല്ലെ. 30 mm ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 15. ഇത് ഏത് പൊട്ടനും അറിയും. അപ്പൊ എന്ത് ചെയ്യാ? ആ 15ഉം ഈ 10ഉം കൂട്ടുമ്പോ എത്രയാവും? 25 ആവും അല്ലെ. അങ്ങനെയാണ് ഏത് 25 mm ബിലോ ലൈൻ എന്ന് വന്നത്. മനസ്സിലായാ?
ഈ 10ഉം 30 mm എന്നുള്ള സർക്കിളിന്റെ ഡയമീറ്റർ ആയ പകുതി 15 mm കൂടിയിട്ടാണ് 25 mm താഴെ ഒരു പോയിന്റ് വരക്കാൻ പറഞ്ഞിരുന്നത്. ആ പോയിന്റിൽ നിന്ന് വരക്കണം, ഒരു സർക്കിൾ വരക്കണം. ഡ്രോ എ സർക്കിൾ 13 mm ഡയമീറ്റർ വിത്ത് O as center. ഇറ്റ് ഈസ് ദ ടോപ്പ് വ്യൂ ഓഫ് ദ സിലിണ്ടർ. ഓക്കെ, എന്ത് ചെയ്തു? ആ പോയിന്റിൽ നിന്നും 15 mm റേഡിയസിൽ അല്ലെങ്കിൽ 30 mm ഡയമീറ്ററിൽ എന്ത് വരച്ചു? സർക്കിൾ വരച്ചു. ഇതാണ് ഈ സിലിണ്ടറിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഈ സിലിണ്ടറിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 25 mm താഴേക്ക് വന്നത് എങ്ങനെ മനസ്സിലായി? സർക്കിൾ വരച്ച് എങ്ങനെയായി? ഡയമീറ്റർ, റേഡിയസ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തെന്ത് പറയുന്നത്? ഡ്രോ ദ എലിവേഷൻ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 20 mm എബോവ് ദ XY ലൈൻ ആൻഡ് വിത്ത് എ ഹൈറ്റ് ഓഫ് 16 mm. ഓക്കെ, അപ്പോൾ ഇതിന് പേര് കൊടുക്കണം അല്ലേ? പേര് കൊടുക്കാൻ പറഞ്ഞത് എന്താ വെച്ചു? ഇവിടെ O എന്നുള്ള പേര് കൊടുത്തു, ഇവിടെയും ആയിട്ട് AB എന്നുള്ള പേര് കൊടുത്തു. അപ്പോൾ ABO എന്നുള്ള ഒരു ലൈൻ നമുക്ക് കിട്ടി. അടുത്തെന്താ പറയുന്നത്? ഈ എയിൽ നിന്നും ഒരു ലൈൻ നീട്ടി മുകളിലോട്ട് വരക്കാം, അല്ലെങ്കിൽ ഒരു ടാൻജന്റ് വരക്കാം. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ടാൻജന്റ് വരക്കാം. ഏതിന് പെർപെൻഡിക്കുലർ? XY ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടുന്ന് ഒരു ടാൻജന്റ് വരക്കാം. അതേപോലെ B എന്ന് വരക്കാം, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ടാൻജന്റ് വരക്കാം. ഈ ലൈൻ നീട്ടി വരക്കാം. ഓക്കെ, അപ്പോൾ നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിരുന്നത് എന്താണ്? 20 mm എബോവ് HP. 20 mm എബോവ് HP. അപ്പോൾ റഫറൻസ് ലൈനിൽ നിന്നും ശ്രദ്ധിക്കുക, റഫറൻസ് ലൈൻ XYയിൽ നിന്നും 20 mm മുകളിൽ, XYയിൽ നിന്നും 20 mm മുകളിലായിട്ട് ലൈൻ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ലൈൻ വരച്ചു വെക്കാം. എന്തിനാ അങ്ങനെ വരക്കുന്നത്? നമുക്ക് മനസ്സിലാണ്ട് ഇതിന് മുകളിലാണ് എന്ത് വരേണ്ടത്? ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ കാണിക്കേണ്ടത്. ഓക്കെ, ടോപ്പ് വ്യൂ ഇപ്പൊ നമ്മൾ വരച്ചു. ടോപ്പ് വ്യൂ എന്നാണ് ഫ്രണ്ട് വ്യൂ വരക്കാൻ പോകുന്നത്. അപ്പോൾ 20 mm മുകളിലേക്കായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് ചോദ്യത്തിൽ തന്നിരുന്നു 20 mm എബോവ് HP. എന്താണ് ശ്രദ്ധിച്ച? 20 mm എബോവ് HP എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതവിടെ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് 60 mm, അവിടെ നിന്നും 60 mm ഹൈറ്റിൽ എന്ത് വരച്ചു? ഒരു ലൈൻ വരച്ചു. അത് കുറച്ച് കട്ടിയാക്കി അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും. ഇതാണ് ഫ്രണ്ട് വ്യൂ, മൗസ് കാണുന്നതാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ് ടോപ്പ് വ്യൂ. ഓക്കെ, ഇത്രയും സിമ്പിളാണ് ഇത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഈ പ്രോബ്ലം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് നോക്കാം. ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP ആൻഡ് പാരലൽ ടു HP. എന്താണ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP ആൻഡ് പാരലൽ ടു HP. എൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് VP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. HP എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? ടു ഒബ്റ്റെയിൻ ദ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഓഫ് ദ സോളിഡ് ഫസ്റ്റ് ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. എന്താണ് ഇതിന്റെ എന്താ വരക്കേണ്ടത്? ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ വരക്കണം. എന്താണ്? ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ വരക്കണം. ദെൻ ഡ്രോ ദ പ്രൊജക്ഷൻസ് ഡൗൺവേർഡ് ഫ്രം ദ ഫ്രണ്ട് വ്യൂ ടു ഗെറ്റ് എ റിക്വേർഡ് ടോപ്പ് വ്യൂ. ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ വരച്ചാൽ അതിന്റെ ടോപ്പ് വ്യൂ താഴേക്ക് കിട്ടും. എക്സാമ്പിൾ നോക്കാം, ചെയ്തു നോക്കാം. ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. എ സ്ക്വയർ പ്രിസം ഓഫ് 13 mm സൈഡ്. ഒരു സ്ക്വയർ പ്രിസം ഉണ്ട്, 30 mm ആണ് അതിന്റെ സൈഡ്, ആൻഡ് ഹൈറ്റ് 60 mm. ഹൈറ്റ് 60 mm. ഓക്കെ, ഈസ് സിറ്റുവേറ്റഡ് 20 mm എബോവ് HP, 20 mm എബോവ് HP ആൻഡ് 10 mm in front of VP, 10 mm in front of VP. The axis of the prism is perpendicular to VP. ഇവിടെയാണ് ഏത് ടൈപ്പിലാണ് ഇത് വരുന്നത് അറിയുന്നത്. The axis of the prism is perpendicular to VP and one of its lateral faces are parallel to HP. Draw its projections. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് ഫസ്റ്റ് ഇതിൽ വരക്കാൻ പറഞ്ഞത്? നമ്മളോട് ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ വരക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? ഫസ്റ്റ് നമ്മളോട് ഫ്രണ്ട് വ്യൂ വരക്കാൻ പറഞ്ഞിരുന്നു. നോക്കാം എന്താ ഇതിൽ പറയുന്നത്? ഒരു സ്ക്വയർ പ്രിസം, 30 mm സൈഡിലെ സ്ക്വയർ പ്രിസം അല്ലെ? എത്ര mm എബോ HP ആണ്? 20 mm എബോ HP. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് എന്ന് വരച്ചു XY എന്നുള്ള, ശ്രദ്ധിക്കുക XY എന്നുള്ള ഒരു ലൈൻ വരച്ചു അല്ലെ? റഫറൻസ് ലൈൻ XY വരച്ചു. അതിൽ നിന്നും എത്ര mm എബോ ആണ് HP?
ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും എത്ര മുകളിലാണ്? 20 mm. ചോദ്യത്തിൽ തന്നിട്ടുള്ളത് 20 mm മുകളില്. അപ്പൊ എന്താ ചെയ്തു? 20 mm മുകളിൽ ഒരു ലൈൻ മാർക്ക് ചെയ്തു. ഇത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ വോയിസ് കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വരക്കാം. എനിക്ക് നിങ്ങളെ റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ട് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ല എന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ മനസ്സിലാവുന്നുണ്ടോ പിന്നെയും ചോദിക്കുന്നത്. നിങ്ങൾ പേഴ്സണലി ഒന്ന് വിലയിരുത്താം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ വരക്കാൻ പോകുന്നത്. XY എന്നുള്ള റെഫറൻസ് ലൈൻ ഉണ്ട്. ആ റെഫറൻസ് ലൈനിൽ നിന്നും 20 mm മുകളിലേക്ക് ഒരു ലൈൻ ഒരു മാർക്ക് ചെയ്തു. അവിടെ നിന്ന് എന്താ പറയുന്നത്? 13 mm സ്ക്വയർ എന്നാ പറയുന്നത്. 30, ഒരു വശം 30 ആയിട്ടില്ല, ഒരു വശം 30 ആയിട്ടില്ല. ഒരു സമചതുരം വരച്ചു. മനസ്സിലായില്ലേ? എത്ര സിമ്പിളാണ് ഇത്. സമചതുരം വരച്ചു. അതിന് പേരും കൊടുത്തു. ഓക്കെ, നമ്മൾ ഇഷ്ടമുള്ള പേര് കൊടുക്കുക. എന്നോ ബിന്നോ സിന്നോ ഡിന്നോ എന്തെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ A', B', C', അങ്ങനെ എന്തെങ്കിലും പേര് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് A', B', C', അങ്ങനെ വരക്കാൻ പറഞ്ഞിട്ടില്ലേ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരക്കാം. ഓക്കെ, എന്താ പറയുന്നത്? ഡ്രോ ദ ഡൗൺവേർഡ് പ്രൊജക്ഷൻ ഓഫ് ദ പോയിന്റ്സ് ഫ്രം A', B', C', E', F', G', H'. ചോദ്യം ശ്രദ്ധിക്കണ്ട. ഈ പോയിന്റ്സിൽ നിന്നും താഴേക്ക് എന്ത് ചെയ്താ? എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലൈൻ വരക്കാം. എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് അർത്ഥം ഇതിൽ നിന്ന് നേരെ ഇതിന് മുട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടാൻജന്റ് വരക്കുന്ന, ടാൻജന്റ് പറഞ്ഞാൽ അറിയില്ല, വശത്തിന് മുട്ടിയിട്ട് വരക്കുന്ന കാര്യമാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പൊ താഴേക്ക് നീട്ടി വരക്കുന്നു. അതിന് ഹൈറ്റും വെയിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ താഴേക്ക് നീട്ടി വരച്ചു. അതിനുശേഷം എന്താ ചെയ്യണ്ടേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒന്നും കൂടി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. എന്താണ്? 10 mm in front of VP. 10 mm in front of VP. 10 mm in front of VP എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്താം? റഫറൻസ് ലൈനിൽ നിന്നും 10 mm താഴത്തേക്ക് ഒരു ലൈൻ വരക്കാം. റഫറൻസ് ലൈനിൽ നിന്നും 10 mm താഴെയായിട്ട് ഒരു ലൈൻ വരക്കാം. ആ ലൈൻ വരച്ചു അല്ലെ. അതിനുശേഷം ഈ സ്ക്വയർ പ്രിസത്തിന്റെ ഹൈറ്റ് എത്ര പറഞ്ഞില്ലേ? 60 mm എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യുക? ആ ലൈനിൽ നിന്നും, അതായത് റഫറൻസ് ലൈനിൽ നിന്നല്ല, ഇവിടെ 10 mm ലൈൻ വരച്ചിട്ടുണ്ടാവും. അവിടെ നിന്നും 60 mm താഴത്തേക്ക് എന്ത് വരക്കാം? ഒരു ലൈൻ വരക്കുക, മാർക്ക് ചെയ്യുക, അത് തമ്മിൽ യോജിപ്പിക്കുക. നമുക്കിതിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കിട്ടി. നോക്കാം. ഇതില് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. ഇവിടെ ഒരു ഡൗട്ട് തോന്നും അല്ലെ. ഇവിടെ എന്ത് AEBF അങ്ങനെ ഒരു പേര്, ഒരു ഡൗട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. നമ്മളൊന്ന് സ്ക്വയർ ആയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 3D ഡയമെൻഷൻ ആലോചിച്ച് നോക്കിയേ. ABCD എന്താ പറയാ, ഇത് ഇങ്ങനെ നീട്ടി വരക്കുക, ഇങ്ങനെ വരക്കുക. ആ വരക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ പേര് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് മെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് 2 പ്രോബ്ലം ഏകദേശം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് ഈ 2 പ്രോബ്ലം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ 2 ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഈ 2 പ്രോബ്ലം നിങ്ങൾ നന്നായിട്ട് നീറ്റായിട്ട് വരച്ചിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നോ നാളേക്കുള്ളിൽ, ഞാൻ ഇന്ന ദിവസം എന്ന് പറയുന്നില്ല, ഇന്ന് IPL എല്ലാം തുടങ്ങിയത് കൊണ്ട് അതിൻ്റെ ഒരു തിരക്കിലായിരിക്കും. അപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട്, സോറി IPL അല്ല ISL ആണ് കേട്ടോ, മറന്നുപോയി. അപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളേക്കുള്ളിലായിട്ട് ഇത് 2 ഫിഗറും വരച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക. ഒന്നിച്ച് തന്നെ ഷോർട്ട് നോട്ടായിട്ട് എഴുതുക, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് നിർബന്ധം, ഒരു ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. അതുകൂടാതെ ഇത് ചിത്രം വരച്ചിട്ട് അല്ലെങ്കിൽ ഡ്രോയിങ് വരച്ചിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, കൂടുതൽ പോർഷൻ എടുത്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത്ര തന്നെ ഇരുന്നിട്ട് കാണുന്നുണ്ടോ എന്ന് ഇപ്പോൾ ദൈവത്തിന് അറിയാം. ഓക്കെ, എല്ലാ കുട്ടികളുടെ റെസ്പോൺസ്, പ്രത്യേകിച്ച് 9ാം ക്ലാസ്സിൽ, 8ാം ക്ലാസ്സിൽ എത്രയോ ബെറ്ററാണ്. 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ റെസ്പോൺസ് തീരെ കുറവാണ്. പിന്നെ ഈ ചിത്രം വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് ഏത് പെൻസിലാണോ യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, ആ പെൻസിൽ വെച്ച് തന്നെ യൂസ് ചെയ്യാം. ഡയമെൻഷൻ കറക്റ്റ് മാർക്ക് ചെയ്യാം. അല്ലാതെ പെന്നുകൊണ്ട് പിന്നെ ഇങ്ങനെ വരക്കല്, മായ്ക്കല്, അങ്ങനത്തെ ഒരു ഈ റെഗുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവരുത്. ലീഗലായിട്ട് എങ്ങനെയോ ചെയ്യേണ്ടത്, അതിൻ്റെ റൂൾസ് ഫോളോ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യണം, എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഇത് വേണ്ട പോലെ കാര്യമായി എടുത്തെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മുതൽ ഇനി എത്ര പോർഷൻ നമുക്ക് ബാക്കി നോക്കാം. ഒരു പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട്. ആ പ്രോബ്ലത്തോടു കൂടി നമ്മൾ പാഠം കഴിഞ്ഞു. ഓക്കെ, ഈ പ്രോബ്ലത്തോടു കൂടി പാഠം കഴിഞ്ഞു. കൂടാതെ ഒരു 3 എക്സസൈസും ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
6ാമത്തെ ചാപ്റ്ററിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.